ഇന്നാണ് ലാസ്റ്റ് ദിവസം. വോട്ടിംഗ് അവസാനിക്കാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ പ്രൊജക്റ്റിൻ്റെ പിന്നാലെയായിരുന്നു. നമ്മൾ ചെയ്തു വന്നിരുന്ന സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയായി ബ്രേക്ക് വന്നിട്ട്. ഈ ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലോഡിൻ്റെ പേരൻ കമ്പനി ആയിക്കൊണ്ടുള്ള ആന്ത്രോപ്പിക് അവരെ പാർട്ട്ണർഷിപ്പിൽ റെപ്ലിറ്റ് അവർ 10ാമത്തെ വാർഷികത്തിൽ നടത്തുന്ന ഒരു ബിൽഡത്തോ എന്ന് പറയുന്ന ഇവൻ്റാണ്. 24 hours ആയിരുന്ന ഇവൻറ്റ്. ആ ഒരു 24 hours നമുക്ക് അവരുടെ AI ടോക്കൺസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. കഴിഞ്ഞ മെയ് 2 ഇവൻറ്റ് വേൾഡ് വൈഡ് നടന്ന ഇവൻ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇവിടെ നടന്നത് മെയ് 3 5:30 ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. മെയ് 4 ഒരു 5:30 ഇവൻറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൽ നമ്മളൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിക്കാണ്ട് കാര്യങ്ങളൊക്കെ ആയിക്കാണ്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിക്കാണ്ടാണ് ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഫൈനൽ സ്കോറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക് വോട്ടിങ്ങിന് വേണ്ടിയിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെൽപ്പ് അതിന് വേണം. ആകെ ഒരു 30 സെക്കൻഡ് ചിലവഴിച്ച് ഞങ്ങൾക്കും ഒരു 3 സ്കോർ ആയിക്കാണ്ട് 10 എത്രത്തോളം സ്കോർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിക്കാണ്ട് ഞാൻ വേറെ ഓട്ടോമേഷൻ ടൂളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തന്നെ അയച്ചു തരാം. അതിനൊപ്പം തന്നെ ആ ഒരു 24 hours ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഓരോ 30 minutesലും ഞാനൊരു അപ്ഡേറ്റ്സ് ചെയ്തുകൊണ്ട് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ കംപ്ലീറ്റ്ലി 24 hours കംപ്ലീറ്റ്ലി ജേണി നിങ്ങൾക്ക് എങ്ങനെയെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഡയറക്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ റെപ്ലിറ്റിൻ്റെ ഗാലറിയിലാണ് എത്തുന്നത്. അപ്പോൾ അവിടെ നമ്മളെ പ്രൊജക്റ്റാണ് ഡയറക്റ്റ് ആയിക്കൊണ്ട് ഓപ്പൺ ആവേണ്ടത്. നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമെയിൽ വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യും. റെപ്ലിറ്റിൻ്റെ ബിൽഡത്തോണിൻ്റെ പേജാണ് വരുന്നതെങ്കിൽ ആ ഡയറക്റ്റ് ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് ആ ലെഫ്റ്റ് ബോട്ടത്തിൽ അവിടെ ലോഗിൻ ആയിക്കാണ്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നമുക്ക് ഇവിടെ ഈ സൈഡിലായിക്കാണ്ട്, അതായത് റൈറ്റ് സൈഡിലായിക്കാണ്ട് സ്കോർ ദ പ്രൊജക്റ്റ് എന്നുള്ള ഇത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ 3 ലെവൽസാണുള്ളത്. പ്രോഗ്രസ് ഇൻ 24 hours, പിന്നെ എക്സിക്യൂഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത്, സ്റ്റോറി, യൂസ് ഓഫ് ഏജൻറ്റ്സ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊജക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് URL ഇവിടെ കൊടുത്തിട്ടുണ്ട്. 24 hours ഉള്ളിൽ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ഒരു ഇത് നല്ല ഒരു MVP ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അത് കൂടുതൽ ബെറ്റർ നല്ലൊരു ഫീഡ്ബാക്സ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിന് കൂടുതലായി കണ്ട് ബിൽഡ് ചെയ്യണം. പിന്നെ ഈ ഒരു പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഴ്സ് ആയിക്കാണ്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഐഡിയ എല്ലാവരും എടുത്തുണ്ട്, പക്ഷേ നല്ല ഐഡിയ ആയിരിക്കും, പക്ഷേ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അവിടെയാണ് എല്ലാവരും സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ടൂൾ എന്നുള്ള രീതിയിലാണ്, ഒരു കണക്ഷൻ ടൂൾ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സൈഡ് പ്രൊജക്റ്റ് ആയിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്താണെങ്കിലും ഇപ്പോൾ നല്ല രീതിയിലുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഓരോ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. KPH കമ്മ്യൂണിറ്റി എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഇവൻ്റ് അറിയുന്നത്. ഇപ്പോൾ ആ ഒരു ഇവൻറ്റ് അല്ല, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്ത ആളും വേറെയും 1-2 കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് ആൾക്കാരൊക്കെ നല്ല പോസിറ്റീവായി കണ്ട് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ കണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവൻറ്റിൻ്റെ ഇതിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവ്യൂസ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേൾഡ് വൈഡ് ആയി കണ്ട് നടക്കുന്ന ഈ ഇവൻറ്റിൽ കേരളത്തിൽ നിന്ന് ഒരു പ്രൈസ് വരുമോയെന്ന് അറിയില്ല. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ വരും. അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കാം.